ഹലോ, ഒരു ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായത് ആര്? നിലവിൽ നരേന്ദ്രമോദിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. എന്നാൽ തുടർച്ചയായി എന്ന വാക്കില്ലെങ്കിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. 1952 മെയ് മാസം 13 അധികാരത്തിലേറി 1964 മെയ് മാസം 27 വരെ തുടർച്ചയായിട്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 4398 ദിവസം. ആ റെക്കോർഡാണ് ഇന്ന് ജൂൺ 10 ആകുമ്പോൾ 4399 ദിവസം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി വഹിച്ചുകൊണ്ട് നരേന്ദ്രമോദി സ്വന്തമാക്കിയിരിക്കുന്നത്. 2014 മെയ് മാസം 26 അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരു ഇടക്കാല ഗവൺമെന്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 6130 ദിവസമാണ് പ്രധാനമന്ത്രി പദവിയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നതാണ് നരേന്ദ്രമോദി. തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രിയാകുന്ന ഏക കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയും ശ്രീ നരേന്ദ്രമോദിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ശ്രീ നരേന്ദ്രമോദി. 12 വർഷവും 227 ദിവസവും അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. വാർത്താ മാധ്യമങ്ങളിൽ കണ്ട ഒരു കാര്യം എനിക്ക് ഏറെ കൗതുകം തോന്നിപ്പിച്ചു. 12 വർഷത്തിനിടെ ഒരു ദിവസം പോലും അദ്ദേഹം അവധി എടുത്തിട്ടില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു റെക്കോർഡ് നേടിയിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ, പ്രധാനമന്ത്രിയാകുന്നതിന് ഏതെങ്കിലും ഏജ് ലിമിറ്റ് ഭരണഘടനയിൽ പറയുന്നുണ്ടോ? ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആൻസർ കമൻറ്റ് ചെയ്യുമല്ലോ.